ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ അരി കുറേ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. മിക്ക വീടുകളിൽ അരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവല്ലേ. അപ്പോൾ അരി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കത് ചെള്ളുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പൂപ്പലൊക്കെ പിടിക്കാറുണ്ട്. അങ്ങനെ പിടിക്കാതിരിക്കാനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത് കേട്ടോ. അപ്പോൾ അരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ബക്കറ്റൊക്കെ വെക്കുമ്പോൾ നന്നായി തുടച്ച് വേണം വെക്കാൻ. കുറച്ച് നനവൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പൂപ്പൽ വരാൻ കാരണം കേട്ടോ. അപ്പോൾ നന്നായി തുടച്ച് ക്ലീൻ ആയതിൽ മാത്രം അരി സ്റ്റോർ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ വേപ്പില ഉണ്ടല്ലോ, വേപ്പില ഇതുപോലെ അരിയുടെ കൊത്തായിട്ട് തന്നെ ഇങ്ങനെ ഇടുക. ഓരോരോ ഇതളായിട്ടല്ലാതെ ഇങ്ങനെ ഒരു കൊത്തായിട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് അരിയുടെ സെൻറ്ററിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അടിഭാഗത്തൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് വീണ്ടും വേറെ വെക്കാൻ എളുപ്പമായിരിക്കും. അതല്ല അങ്ങനെ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേപ്പിലയുടെ തണ്ട് ഉണ്ടല്ലോ, ഈ തണ്ട് ഇതുപോലെ ഒടിച്ച് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എടുത്ത് മാറ്റാനും എളുപ്പമാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തണ്ട് വെച്ചാലും നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുപോലൊരു തുണിയിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും കുരുമുളകും എടുത്ത് ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം നമുക്ക് അരിയിലോട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കുരുമുളകിനും പകരം വെളുത്തുള്ളിയും പട്ട, ഗ്രാമ്പു എന്നീ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കിഴി കെട്ടിയിട്ട് വെക്കുക. ഞാൻ ഇപ്പോൾ കുരുമുളക് എടുത്തിരിക്കുന്നത്. കുരുമുളക് ഇല്ലെങ്കിൽ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളിയും കൂടെ ചേർന്നതുപോലെ കിഴി കെട്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ വെക്കുമ്പോഴും നമുക്ക് കുറേ കാലം അരി കേടുവരാതിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ, നമ്മുടെ വറ്റൽമുളക് വെറുതെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ അരിയുടെ ഇടയിലൊക്കെ ഇട്ട് കൊടുത്താലും അരി കേടുവരില്ല. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ 3 ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യം ചെയ്ത ടിപ്സും വേപ്പില അടിയിൽ വയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് എടുത്ത് മാറ്റേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്കിതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വേപ്പിലയുടെ തണ്ടാകുമ്പോഴും നമുക്ക് എടുത്ത് മാറ്റാൻ ഹെൽപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.